വയനാട് പൂതാടിയിൽ CPM വിട്ട AV ജയനെ കൂടെ നിർത്താൻ കോൺഗ്രസിന്റെ ആലോചന. AV ജയൻ പാർട്ടി വിട്ടതോടെ പൂതാടി പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. ഈ അവസരം ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. AV ജയനെ ഒപ്പം നിർത്തിയാൽ പൂതാടിയിൽ ഭരണം പിടിക്കാൻ കഴിയും. ഫൈസൽ നെടുമ്പാല തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഫൈസൽ, നമുക്കറിയാം പലർക്കുമെതിരെ സംസാരിച്ചുകൊണ്ടാണ് AV ജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് പോവുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞോ? അമൃത, AV ജയൻ പൂതാടിയിൽ ഇന്നലെയാണ് കോൺഗ്രസ് CPMന്റെ നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പരസ്യമായി പ്രസ്താവിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇതറിഞ്ഞ ഉടനെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഈ AV ജയനുമായി ചർച്ച നടത്തിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പൂതാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ AV ജയൻ ഒരു നിർണായക ഘടകം തന്നെയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം പൂതാടി പഞ്ചായത്തിന്റെ ഒരു ടോട്ടൽ കണക്കെടുത്താൽ 10 സീറ്റ് LDFനും 10 സീറ്റ് UDFനും 3 സീറ്റ് BJPക്കുമാണ്. അവിടെ കോൺഗ്രസിന്റെ വോട്ട് അസാധുവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ LDF ഭരണം പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കുകയും പിന്നീട് ഈ AV ജയൻ അടക്കമുള്ള ആളുകൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും അവിടെ UDFന് ഒപ്പമാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം മാത്രമാണ് ഇപ്പോൾ പൂതാടി പഞ്ചായത്തിൽ LDFനുള്ള. അപ്പോൾ ഈ AV ജയനെ ഒപ്പം നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിക്കൊണ്ടും അവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാവുകയും നിലവിൽ LDF ഭരിക്കുന്ന പൂതാടി പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ UDFന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അത്തരത്തിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അത് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏത് തരത്തിലും ഈ AV ജയനെ കൂടെ നിർത്തണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഈ കോൺഗ്രസിന്റെ അണികളും മുന്നോട്ട് വെക്കുന്നത്. നേതാക്കൾക്കുൾപ്പെടെ ആ ഒരു താല്പര്യമുണ്ട്. കാരണം പൂതാടി പഞ്ചായത്ത് കഴിഞ്ഞ തവണ UDF ഭരിച്ച പഞ്ചായത്താണ്. ഇത്തവണ ഈ AV ജയനെ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടാണ് LDF ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും. ഇത്തരത്തിൽ ഈ പൂതാടി പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്ന അല്ലെങ്കിൽ LDF ഭരണം പിടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും തുടർന്ന് ഈ AV ജയൻ ഇന്നലെ പാർട്ടി വിട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. സ്വാഭാവികമായും പൂതാടി പഞ്ചായത്തിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ്. പൂതാടിയിൽ AV ജയൻ എന്ന് പറയുന്നത് വലിയ ജനകീയനായ ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ AV ജയനെ കൂടെ നിർത്തുകയാണെങ്കിൽ പൂതാടി പഞ്ചായത്ത് ഭരണം പിടിക്കുന്നതോടൊപ്പം വലിയ തരത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം പൂതാടി പഞ്ചായത്തിൽ ഉൾപ്പെടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊന്നും തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെയാണ് ഈ AV ജയനെ കൂടെ നിർത്താം എന്നുള്ള ഒരു ആലോചനയും ചർച്ചയും ഇപ്പോൾ കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നത്. അമൃത.